നിങ്ങൾക്കറിയാം പുന്നപ്ര വയലാർ സമരം 1946 ഈ സമരം നടക്കുന്ന കാലം. ഈ കാലത്ത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, സത്യനേശൻ. പിൽക്കാലത്ത് അനുഭവങ്ങൾ, പാളിച്ചകൾ, ഓടയിൽ നിന്ന് തുടങ്ങിയ അനശ്വരമായ ഒരുപാട് ചിത്രങ്ങളിൽ അമ്പരപ്പിക്കുന്ന അഭിനേതാവായി മാറിയ സത്യൻ എന്ന നടനായിരുന്നു ഈ സത്യനേശൻ നാടാർ. നാടാർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അന്ന് ടെററായിരുന്നു. മാത്രമല്ല ഇന്നത്തെ കാലത്തെ ചില അഭിനയ രീതികൾ അന്നേ സിനിമയിൽ പ്രകടിപ്പിച്ച ഒരുപക്ഷെ ഏക നടനായിരുന്നു സത്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥമായ അഭിനയ രീതി കൊണ്ട് അന്ന് തന്നെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ സത്യനേശൻ എന്ന സത്യൻ, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനൊരു പിന്നാമ്പുറമുണ്ടെന്ന് എത്ര ആൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ നിർദ്ദയം തല്ലിച്ചതച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മടിയില്ല. ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ അക്രമം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പെക്ടറുടെ തലയ്ക്ക് വില പറഞ്ഞുള്ള ചുവരെഴുത്തൊക്കെ അന്ന് ആലപ്പുഴയിൽ ഉണ്ടായി. ഈ ഇൻസ്പെക്ടറെ കണ്ടാൽ വെട്ടിക്കൊല്ലണമെന്ന രീതിയിൽ നടന്ന കമ്മ്യൂണിസ്റ്റുകൾ അന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉണ്ടായതോടെ സത്യനേശൻ നാടാർ എന്ന സബ് ഇൻസ്പെക്ടറെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം സിനിമാ നടനായി കഴിഞ്ഞതിന് ശേഷം 1968 ഉദയ പ്രൊഡക്ഷൻസ്, നിങ്ങൾക്കറിയാം ആലപ്പുഴയിലെ പ്രശസ്തമായ ഉദയ സ്റ്റുഡിയോ, അവർ പുന്നപ്ര വയലാർ എന്നൊരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായത് പുന്നപ്ര വയലാർ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് ഈ സിനിമയുടെ പ്രമേയം. സിനിമയിൽ പ്രധാന വേഷം ചെയ്യാൻ അവർ സമീപിച്ചതോ പിൽക്കാലത്ത് സൂപ്പർ താരമായി മാറിയ സത്യനെ, അതെ, പഴയ സത്യനേശൻ നാടാർ എന്ന SI. പക്ഷേ സത്യൻ ആ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധമുണ്ട്, വല്ലാത്ത മാനസാന്തരം അദ്ദേഹത്തെ പിടികൂടി. കാര്യം നിർദ്ദയം കമ്മ്യൂണിസ്റ്റുകാരെ ചതച്ചതിന് കണക്കില്ല. അവിടെ കാലും തലയും തല്ലി കുടിക്കാൻ അദ്ദേഹം ഒരുപാട് താല്പര്യമെടുത്തു. ഭരണകൂടത്തിൻ്റെ ഇടിയന്ത്രമായി SI മാറുകയായിരുന്നു. തനിക്ക് സിനിമയുടെ ഭാഗമായി യോഗ്യതയില്ല എന്നായിരുന്നു സത്യൻ ഉദയയിലെ കുഞ്ചാക്കോ മുതലാളിയോട് പറഞ്ഞത്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, മർദ്ദകനായ ആ പഴയ ഇൻസ്പെക്ടർ പിൽക്കാലത്ത് സത്യൻ എന്ന വിപ്ലവകാരിയായിട്ട് എങ്ങനെ മാറും എന്നുള്ളതാണ് അദ്ദേഹത്തെ അലട്ടിയ കാര്യം. അപ്പോഴേക്കും അദ്ദേഹം വളരെ പ്രശസ്തനായ വിഖ്യാത നടനായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമരം അടിച്ചമർത്താൻ ഭരണകൂടത്തിനൊപ്പം പ്രവർത്തിച്ച തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം, ആ സിനിമയിൽ തനിക്ക് വേഷമിടാൻ കഴിയില്ല, സമരത്തിൻ്റെ കഥ പറയുന്ന സിനിമയിലേക്ക് താനില്ല എന്ന് പശ്ചാത്തല വിവശനായ സത്യൻ ഉദയ സ്റ്റുഡിയോ അറിയിച്ചു. അത് അന്ന് തന്നെ അദ്ദേഹം ഏറ്റവും ക്രൂരമായി മർദ്ദിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു കൊച്ചുനാരായണൻ. ഈ മാനസാന്തരം വന്ന സത്യൻ പിൽക്കാലത്ത് നടനായ ശേഷം കൊച്ചുനാരായണനെ തേടിയെത്തി. അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞെങ്കിലും കൊച്ചുനാരായണൻ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയായിരുന്നു രാപകലില്ലാതെ ഈ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ തല്ലി ചതച്ചത്. മനോവേദന സത്യനെ വല്ലാത്ത പിന്തുടർന്നു. ആജീവനാന്തം അദ്ദേഹം പലരോടും ഇത് പറയുമായിരുന്നു. മാത്രമല്ല ഒരു ക്യാൻസർ രോഗം, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രോഗം ബാധിച്ചതിന് ശേഷം ഈ ഒരു വിഷമം, ഈ ഒരു സങ്കടം, ആൾക്കാരെ തല്ലി നശിപ്പിച്ചതിൻ്റെ സങ്കടം അദ്ദേഹത്തെ വല്ലാതെ പിന്തുടർന്നു. നമ്മൾ ഇതിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അതിൽ പശ്ചാത്തപിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ മാപ്പപേക്ഷിക്കുന്നതും വലിയ കാര്യമാണ്. നമുക്കൊരു പിഴവ് പറ്റിയാൽ ക്ഷമിക്കണം, സോറി എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർ വലിയ ഈഗോ ആണ്. അതിൻ്റെ ആവശ്യമില്ല.